ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യശ്ശേരി തോക്കമ്പസാർ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ചില ഏരിയയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങോട്ട് നെറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ നെറ്റിടുന്നത് എല്ലാവരും ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ ഈ കൊങ്കൺ റെയിൽവേ കടയൊക്കെ പോകുമ്പോൾ ഇതുപോലെ നെറ്റിട്ട് വെച്ചൊക്കെ വേണം, പക്ഷേ എങ്ങനെ നെറ്റിടുന്നതെന്നുള്ളത് കണ്ടിട്ടില്ല. വലിയ ക്രെയിൻ കൊണ്ടുവന്നിട്ട് ആ ക്രെയിനിൻ്റെ മുകളിൽ കയറി വലിയ ഡ്രില്ല് കൊണ്ട് അതിൻ്റെ സൈഡിലേക്ക് ഈ മല തുരന്ന് വിടുന്ന ഭാഗമാണ് ഇനി കാണാൻ പോകുന്നത്. ശരിക്കും നല്ല റിസ്ക് ഉള്ള ജോലിയാണ്. അത് നമുക്ക് കാണാം. हेलो गाइस, हम यहाँ ये रोड के किनारे, हाईवे के किनारे मेट का काम कर रहे हैं केरला में. इसलिए कर रहे हैं कि ऊपर से कोई पत्थर नहीं आए नीचे सड़क पे गिरे, इसलिए कर रहे हैं. ये എനിക്ക് അദ്ദേഹം പറഞ്ഞു മനസ്സിലായില്ല, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മനസ്സിലായില്ല. എന്നാലും ജോലി നമുക്ക് കാണാം. സംഭവം നമ്മുടെ ഈ കുഴൽക്കിണർ അടിക്കുന്ന മെഷീൻ തന്നെയാണ്. അതിൻ്റെ അതേ ബിറ്റ് വെച്ചാണ് ഇതങ്ങ് തുരന്നിറങ്ങുന്നത്. 5 മീറ്റർ മുതൽ 11 മീറ്റർ വരെ അവർ ഇതിൻ്റെ അകത്തേക്ക് മല തുരന്ന് ഇതിൻ്റെ ബിറ്റ് ഇറക്കിയെന്നാണ് എന്നോട് പറഞ്ഞത്. അത്ര നീളമുള്ള റാഡ് അവിടെ കിടക്കുന്ന ഞാൻ കാണുകയും ചെയ്തു. ഏകദേശം ഒരു 4 ഇഞ്ച് വ്യാസമുള്ള ഒരു ബിറ്റാണ് എൻ്റെ അകത്തേക്ക് ഇറക്കി വിടുന്നത്. ഇത് ഭൂമിയുടെ സൈഡിലേക്ക് അങ്ങ് ഇറക്കി വിടണം, തുരന്നിറക്കുവാണ്. പാറ ശരിക്കും നല്ല കറുത്ത പാറ കാണുന്നത് വരെ അവർ അങ്ങ് ഇറക്കി വിടുന്നുണ്ട്. ശരിക്കും കുഴൽക്കിണർ തന്നെ. ഏകദേശം 1 ഇഞ്ച് വ്യാസമുള്ള 5 മീറ്റർ മുതൽ 11 മീറ്റർ വരെ നീളമുള്ള കമ്പികളാണ് മുറിച്ചിട്ടിരിക്കുന്നത്. ആ കമ്പികളുടെ ഇടയ്ക്ക് ഒരു ഗ്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ആ കമ്പി ഓരോ ഹോളിലേക്കും ഇറക്കി വിടുകയാണ്. 2-3 പേര് കൂടി ആ കയറ് കെട്ടി വളരെ ശ്രദ്ധിച്ച് ഇറക്കി വിടണം. കാരണം നീളം കൂടുതലായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അങ്ങ് ഇറങ്ങി പോകാൻ. കമ്പി അങ്ങ് ഇറക്കി വിട്ടതിന് ശേഷം പിന്നെ സിമൻറ്റ് പൊട്ടിച്ചിട്ട് ഡ്രമ്മിലേക്കിട്ട് അതിനകത്ത് കുറച്ച് കെമിക്കൽ ഒഴിക്കുന്നുണ്ട്. എന്തോ ഒരു കെമിക്കൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നല്ല പാനി രൂപത്തിലാക്കി അത് ഈ ഹോളിലേക്ക് ഒഴിച്ചു വിടും. അത് ഫില്ല് ചെയ്യുന്നത് ഒരു മെഷീൻ്റെ സഹായത്തോടെയാണ്. പമ്പ് ചെയ്തങ്ങോട്ട് പ്രഷർ ചെയ്തങ്ങോട്ട് അടിച്ച് കയറ്റി വിടുകയാണ്. എങ്കിലേ നന്നായിട്ട് ഫില്ലായിട്ട് ഇനി കയറി വരുള്ളൂ. പക്ഷെ നമ്മളെക്കൊണ്ടൊന്നും സാധിക്കില്ല കേട്ടോ. ഈ തൊഴിലാളികൾ ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ ശനി ഞായറും ഒക്കെ ഇവർ പണിയാണ്. എല്ലാവരും വളരെ ഹാപ്പിയാവുകയാണ്. ഈ കമ്പി ഇറക്കിയതിന് ശേഷം പിന്നെ ഒരു നെറ്റ് ഇടുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡ് ചകിരിയാണ്, മറു സൈഡ് ഒരു പ്ലാസ്റ്റിക് വല പോലത്തെ ഒരു സാധനവും. അത് നന്നായിട്ട് അങ്ങ് പുതപ്പിക്കും. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പുല്ല് കിളിർക്കാനാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയായിരിക്കും അങ്ങനെ. പിന്നീട് 2 സൈസിലുള്ള വലകളാണ് ഇടുന്നത്. ഒന്ന് നല്ല ബലമുള്ള സ്ലിങ് പോലത്തെ കമ്പി കൊണ്ടുണ്ടാക്കിയ വലയും അതിൻ്റെ അകത്ത് ഒരു നോർമൽ വലയുമാണ്. അതിനുശേഷം അത് നട്ടിട്ട് നമ്മൾ ആദ്യം ഇറക്കിയ കമ്പിയിലേക്ക് മുറുക്കുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. താമസിയാതെ നമുക്ക് നല്ലൊരു മലയോര ഹൈവേ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. റോഡിലൂടെ സുഗമമായി യാത്ര ചെയ്യാം. നമ്മുടെ റോഡിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയണം. എത്രയും പെട്ടെന്ന് തന്നെ നെയ്യശ്ശേരി തോക്കമ്പസാർ റോഡ് പൂർത്തിയാകട്ടെ. നമസ്കാരം.